അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ചക്കക്കൂട്ടാൻ. ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു വലിയ പ്ലാവാണ് കേട്ടോ അത്. എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് ചക്ക ഉണ്ടാവുള്ളൂ. താഴത്തുണ്ടാവുന്നത് വളരെ വിരളമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് പറക്കണമെങ്കിൽ അച്ഛൻ തന്നെ വിചാരിക്കണം. മൂപ്പർ ഇതിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് മേലക്കോണിയൊക്കെ വെച്ച് കയറി കൈകൊണ്ടൊക്കെ ചക്ക പൊട്ടിച്ചിടുന്ന ആളാണ് കേട്ടോ അച്ഛൻ. അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചക്കൻ സീസൺ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര കൊതിയാണ് ചക്ക കൂട്ടാനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലീവുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ടല്ലോ. അപ്പോൾ എന്നാൽ ചക്ക കൂട്ടാനും കഞ്ഞിയാക്കുന്നതൊക്കെ സ്പെഷ്യൽ എന്ന് വിചാരിച്ചു. ഇപ്പോൾ 2-3 ഇട്ടു, ഒന്നൊക്കെ കേടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പോരാളിയാണ് ഇത് വെട്ടിപ്പൊളിക്കുന്നത്. ഇത് പൊളിച്ച് കഴിഞ്ഞപ്പോൾ നല്ല മൂത്ത് സെറ്റായ ചക്കയായിരുന്നു കേട്ടോ. നല്ല മഞ്ഞ കളറിലുള്ള ചോളയൊക്കെ ആയിരുന്നേ. പുറത്തൊരു ലുക്കില്ലെങ്കിലും അകത്ത് സാധനം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഈ സാധനം വെട്ടി മുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചുള എടുക്കണമല്ലോ. ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ സാധാരണ ചക്ക അരിയാൻ എടുക്കുന്ന ടൂൾസാണ് ഇതൊക്കെ കേട്ടോ. ഒരു മുറ ഉണ്ടായിരിക്കും, പിന്നെ ഒരു പാള ഉണ്ടായിരിക്കും. പാളയിൽ നിന്ന് നമ്മൾ മുറത്തിലോട്ട് അരിഞ്ഞിടും. അപ്പോൾ ചക്ക ഉണ്ടാകുമ്പോൾ എപ്പോഴും വളഞ്ഞാണ് ഏറ്റവും ടാസ്ക്. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊരു ലോങ് പ്രോസസ്സാണ് ഇത് അരിഞ്ഞ് എടുക്കുക എന്നുള്ളത്. കാരണം അതിൻ്റെ ചവിണി മാറ്റണം, കുരു മാറ്റണം, പിന്നെ അത് അരിയണം. എന്തായാലും ഞാനും അമ്മയും കുറേ നേരത്തെ പോരാട്ടത്തിന് ശേഷം സാധനമൊക്കെ അരിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു കുക്കറിലിട്ടിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് കാര്യം തീരുമല്ലോ. കുക്കറിലിട്ടു, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു കുക്കറിൽ ഒരു 2-3 വിസിലടിച്ച് കഴിഞ്ഞാൽ സാധനം സെറ്റായിരിക്കും. പക്ഷെ തുറന്ന് നോക്കുമ്പോൾ ഇത് ചക്ക കൂട്ടാനൊന്നും ആയിട്ടുണ്ടാവില്ല കേട്ടോ. നമ്മളിനി എന്ത് ചെയ്യണം, ഇതിനെ നന്നായിട്ട് ഉടച്ച് സെറ്റാക്കണം. പിന്നെ അതിലേക്ക് ചേർക്കാനുള്ള മെയിൻ ആളാണിത്. തേങ്ങയും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ളൊരു മിക്സാണ് കേട്ടോ. ഇതങ്ങോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി വെള്ളം കുറവുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നല്ല ഇളക്കി കഴിഞ്ഞാണ്ടല്ലോ മോനെ നമ്മുടെ അടിപൊളി ചക്കക്കൂട്ടാൻ റെഡി ആയിട്ട് കിട്ടും. ചക്കക്കൂട്ടാനിക്ക് എനിക്കെപ്പോഴും കോമ്പിനേഷൻ വേണ്ട സാധനമാണ് ചമ്മന്തി കേട്ടോ. അപ്പോൾ ഒരു മാങ്ങയും ചുവന്നമുളകും ചേർത്തിട്ടൊരു സൂപ്പർ ചമ്മന്തി അരച്ചിട്ടുണ്ട്. അതും പിന്നെ മാങ്ങാച്ചാറും ഉണ്ടായിരുന്നു. ഓ മക്കളെ, ഇത് കാണുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. എനിക്കെപ്പോഴും ചക്കക്കൂട്ടാനിലേക്ക് കഞ്ഞി കൂട്ടി കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ചോറൊന്നും എനിക്കിതിനോട് സെറ്റാവില്ല. അപ്പോൾ കഞ്ഞിയിലേക്ക് നല്ല ചക്കക്കൂട്ടാനും ചമ്മന്തിയും മാങ്ങയൊക്കെ എടുത്ത് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് കഴിച്ചാണ്ടല്ലോ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. എൻ്റെ ഒരു ഫേവറേറ്റ് ഫുഡ് ലിസ്റ്റിലുള്ള ആളാണ് ഈ ചക്കക്കൂട്ടാനും കഞ്ഞി കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം എനിക്കിനി വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചക്ക എപ്പോഴും ചൂടോടെ കഴിക്കണം. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു പുതുമ പോവും. ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് ചക്കേനെ പറ്റി കൂടുതൽ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചില നാട്ടിൽ ഇതിന് ചക്കപ്പുഴുക്ക് എന്നൊക്കെ കേട്ടോ പറയാം. ഞങ്ങളെ മലപ്പുറത്തും മഞ്ചേരിയൊക്കെ ഇതിന് ചക്കക്കൂട്ടാൻ എന്നാണ് പറയുക. അതുകൊണ്ടാണ് ഞാനതിങ്ങനെ ആ പേര് മാത്രം പറയണത് കേട്ടോ. അപ്പോൾ ചില ആൾക്കാർക്ക് ഇത് പഴുത്തത് ഇരിക്കും ഇഷ്ടം. പിന്നെ എനിക്കിപ്പോൾ ഇത് ഇങ്ങനെ കൂട്ടാൻ വെച്ചിട്ട് കഞ്ഞീൻ്റെ ഒപ്പം കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ സീ യു.